ഹലോ ഗായ്സ്, എല്ലാവർക്കും സുഖമല്ലേ? ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയും ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. സമയം ഇപ്പം 8:40 കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെയൊക്കെ എഴുന്നേറ്റു. 7:40 ഞാൻ എഴുന്നേറ്റു. പിന്നെ ചേട്ടനുള്ള ലഞ്ചൊക്കെ ചൂടാക്കി കൊടുത്തു, ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ ബ്രഷ് ചെയ്തു. ഇപ്പോൾ സമയം 8:50. എനിക്കിനി എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം, അത് കഴിഞ്ഞിട്ട് വാക്യൂം ചെയ്യണം, അങ്ങനെയൊക്കെ. അപ്പോൾ വെൽക്കം ടു സിംപ്ലി ഗോപികാസ് യൂട്യൂബ് ചാനൽ. ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ സ്മൂത്തിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. കുറേ കാലമായി സ്മൂത്തി കഴിച്ചിട്ട്. എനിക്ക് തോന്നുന്നു ഞാൻ നാട്ടിൽ പോകുന്നതിന് മുന്നേ ആയിരുന്നു സ്മൂത്തി കഴിച്ചത്. പിന്നെ ഇപ്പോഴാണ് കഴിക്കാൻ പോകുന്നത്. ഇത് കാണുമ്പം എൻ്റെ അമ്മയ്ക്ക് ഇത് തലകറക്കം വരും കേട്ടോ. കാരണം എൻ്റെ സ്മൂത്തി കഴിക്കുമ്പം ഞാൻ എന്തോ കംപ്ലീറ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നില്ല എന്നുള്ളൊരു തോന്നലാണ് കേട്ടോ എൻ്റെ അമ്മയ്ക്ക്. പക്ഷെ എനിക്ക് അത്യാവശ്യം ഫീലിംഗ് ആണ്. പിന്നെ കുറച്ച് നേരത്തെ വിശക്കും എന്നേ ഉള്ളൂ. അപ്പോൾ നേരത്തെ ലഞ്ച് കഴിച്ചാൽ മതിയല്ലോ, അത്ര മാത്രമേ എനിക്ക് തോന്നിയിട്ടുള്ളൂ കേട്ടോ. അല്ലാതെ ടോട്ടൽ എനിക്കൊരു എനർജി ഒക്കെ കിട്ടാറുണ്ട് സ്മൂത്തി കഴിച്ചാലും. സ്മൂത്തിയാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ഒരു സിമ്പിൾ സ്മൂത്തിയാണ്. സാധാരണ ഞാൻ ബനാനയുടെ കൂടെ എന്തെങ്കിലും സ്ട്രോബെറിയോ ബ്ലൂബെറിയോ ഇതൊക്കെ ആഡ് ചെയ്യുന്നതാണ്. ഇപ്പം എൻ്റെ കയ്യിലില്ല, അതുകൊണ്ട് ഞാൻ അത് ആഡ് ചെയ്യുന്നില്ല. അല്ലാതെയും നമുക്ക് കഴിക്കാമല്ലോ. ഓട്സ്, കുറച്ച് നട്ട്സ്, പാല്. ആക്ച്വലി പാലിന്റെ കാര്യത്തിൽ എനിക്ക് കുറച്ച് മാറ്റം വരുത്തണമെന്നുണ്ട്. സോയ് മിൽക്കോ അങ്ങനത്തെ മിൽക്സ് ഉണ്ടല്ലോ, ഈ കൗ മിൽക്ക് റീപ്ലേസ് ചെയ്താൽ കൊള്ളാമെന്ന് എനിക്കുണ്ട്. പക്ഷെ ഇപ്പൊ തൽക്കാലം എനിക്കിത് ടേസ്റ്റ് ഇഷ്ടപ്പെടുവോ എന്നുള്ളൊരു പേടിയുണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാൻ ഇത് വെച്ചങ്ങ് അഡ്ജസ്റ്റ് ചെയ്യണം, ബ്ലെൻഡ് ചെയ്യാം. എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഞാൻ ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ട് കുറച്ച് പംകിൻ സീഡ്സ് കൂടി ഇടുവാണേ, ചുമ്മാ ഒരു രസത്തിന്. അത് കഴിഞ്ഞിട്ട് ഞാൻ സിങ്കിനകത്ത് കിടക്കുന്ന പാത്രങ്ങളൊക്കെ അങ്ങ് കഴുകി വെച്ചു കേട്ടോ. ഞാൻ എൻ്റെ പല വീഡിയോസിലും പറഞ്ഞിട്ടുള്ളതുപോലെ എനിക്ക് ഈ സിങ്കിലെ പാത്രങ്ങൾ ഇങ്ങനെ കൂടിക്കിടക്കുന്ന കാണുമ്പോൾ ഭയങ്കര ഇറിറ്റേറ്റഡ് ആവാറുണ്ട്. അതുകൊണ്ട് ഞാൻ മാക്സിമം അപ്പം കഴുകി വെക്കാറുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാനങ്ങ് വാക്യൂം ചെയ്തിടുവാണ്. ആക്ച്വലി വലിയ പൊടിയൊന്നും ഉണ്ടായിരുന്നില്ല, കാരണം ഞാൻ ഇന്നലെ ചെയ്തതേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ എനിക്ക് എന്തോ അങ്ങോട്ട് മനസ്സ് അനുവദിക്കുന്നുണ്ടായിരുന്നില്ല ഇങ്ങനെ ഇടാനായിട്ട്. അതുകൊണ്ട് ഞാനങ്ങ് ചെയ്യുവാണേ. അത് കഴിഞ്ഞ് ഞാൻ കുളിക്കാൻ കയറുവാണ്. ആക്ച്വലി ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ രാവിലെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം കിട്ടുന്നത് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ വിളക്ക് കൊളുത്തി പ്രാർത്ഥിച്ച്. സാധാരണ ഞാൻ കുറച്ചുകൂടെ നേരത്തെ ചെയ്യുന്നതാണ്, പക്ഷേ ഇപ്രാവശ്യം ഞാൻ കുളിക്കാൻ കയറിയപ്പം എനിക്കെന്തോ ബാത്റൂം കഴുകാൻ തോന്നി. ഇങ്ങനെ ഞാൻ ബാത്റൂം കൂടെ അങ്ങ് കഴുകിയിട്ടേ. അപ്പം ഞാൻ കുറച്ച് ലേറ്റായി. പിന്നെ ഇപ്പം വിളക്ക് കൊളുത്തുന്നത് ഞാൻ രാവിലെയാണ് കേട്ടോ. കാരണം ഇവിടെ ഇപ്പം നൈറ്റ് നേരത്തെ ആവുന്നതുകൊണ്ട് എനിക്ക് ഈവനിങ് അത്ര ടൈം കിട്ടുന്നില്ല സന്ധ്യയ്ക്ക് മുന്നേ വിളക്ക് കൊളുത്താനായിട്ട്. അതുകൊണ്ട് പ്രാർത്ഥന അങ്ങ് രാവിലെ ആക്കി കേട്ടോ. അങ്ങനെ വിളക്കൊക്കെ കൊളുത്തി പ്രാർത്ഥിച്ചു. ഞാൻ എൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ പോവാണ്. അതായത് ജോബിന് അപ്ലൈ ചെയ്യുക, പിന്നെ ഞാനൊരു കോഴ്സിന് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, അപ്പോൾ അത് പഠിക്കണം, പിന്നെ വീഡിയോ എഡിറ്റിംഗ് ഒക്കെ ഞാൻ ഈ സമയത്തായിരിക്കും ചെയ്യുന്നത്. ഇപ്പം സമയം 11 മണിയായി കേട്ടോ. അപ്പോൾ ഇന്ന് ആക്ച്വലി കുറച്ച് ലേറ്റാണ്. സാധാരണ ഒരു 10:30 ആകുമ്പോഴേ തുടങ്ങേണ്ടതാണ് കേട്ടോ. ഇനി ഞാൻ വേഗം എൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യട്ടെ. സമയം ഇപ്പോൾ 12 മണി കഴിഞ്ഞു കേട്ടോ. എനിക്ക് ആക്ച്വലി ചോറ് കഴിക്കാനല്ല ഇപ്പം തോന്നുന്നത്, എന്തെങ്കിലും സ്നാക്സ് കഴിക്കാനാണ് തോന്നുന്നത്. അപ്പം ഞാൻ ഈ ഒരു ഡോണറ്റ് ബോൾസ് കഴിക്കാൻ പോവാണ് കേട്ടോ. ഇന്നലെ ചേട്ടൻ വാങ്ങിയതാണ്. ഇത് ലിൻഡിൻ്റെ എന്തോ സംഭവമാണ് കേട്ടോ. എനിക്ക് കൃത്യം പേരറിയത്തില്ല, പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ
ഇത് ഹോട്ടായിട്ടാണ് കഴിക്കേണ്ടത്. പക്ഷെ ഞാനത് ഫ്രിഡ്ജ് വെച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ അത് കഴിക്കാമെന്ന് വിചാരിച്ചു. ഒരു 1:30 ആകുമ്പോൾ ലഞ്ച് കഴിക്കാം എന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. സമയം 1:50 ഞാൻ സ്വെറ്ററൊക്കെ എടുത്തിട്ട് കേട്ടോ, നല്ല തണുപ്പ്. അപ്പം ഞാൻ ലഞ്ച് കഴിക്കാൻ പോവാണ്. അപ്പം ലഞ്ചിന് ഞാൻ ചിക്കൻ പാൻ ഫ്രൈ ചെയ്യാൻ പോവാണ് കേട്ടോ. ഞാൻ ഇപ്പം ചിക്കൻ നേരത്തെ ഉണ്ടാക്കി വെക്കുന്നത് നിർത്തി അപ്പം ഉണ്ടാക്കി കഴിക്കുന്നതാണ് എനിക്ക് കുറച്ച് ടേസ്റ്റി ആയിട്ട് തോന്നിയത് കേട്ടോ. അപ്പം ഞാൻ അത് ചെയ്യാൻ പോവാണ്. ലഞ്ച് ഇന്നലത്തെ ഡിന്നർ തന്നെയാണ് കേട്ടോ. ഞാൻ മിക്കപ്പോഴും ഇപ്പം അങ്ങനെയാണ് ചെയ്യുന്നത്. അതാകുമ്പം രാവിലെ ലഞ്ചിനും വേണ്ടിയിട്ടുള്ള കുക്കിംഗ് ചെയ്യണ്ട, പിന്നെ എങ്ങാനും ഡിന്നർ എന്തെങ്കിലും ഒരു ലൈറ്റ് ആക്കാം എന്നാണ് ഉദ്ദേശമെങ്കിൽ പിറ്റേന്ന് ലഞ്ച് ഉണ്ടാക്കും. അങ്ങനെയാണ് കേട്ടോ ഇപ്പം പോകുന്നത്. അപ്പം ഇന്നലെ എന്തായാലും ഡിന്നറിൻ്റെ ഓടൊപ്പം തന്നെ ഇന്നത്തെ ലഞ്ചും അങ്ങ് ഉണ്ടാക്കി. അപ്പം ഞാൻ വേഗം ചിക്കൻ ഗ്രില്ല് ചെയ്യട്ടെ. അങ്ങനെ എൻ്റെ ലഞ്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഞാൻ ശരിക്കും ഇൻസ്റ്റയിൽ കണ്ട ഒരു റെസിപ്പിയാണ് കേട്ടോ. ഇതൊരു സോസാണ്, ഓട്സിൻ്റെ പൗഡറൊക്കെ വെച്ചിട്ടുള്ള ഒരു സോസ്. ചീസും ഇടാം, പക്ഷെ ഞാൻ ഈ സോസിനകത്ത് ചീസ് ഇട്ടിട്ടില്ല കേട്ടോ. പിന്നെ റൈസ്, കോണും ഒക്കെ ഇട്ടുള്ള ഒരു റൈസും, പിന്നെ ഇത് ഞാൻ തന്നെ ഉണ്ടാക്കിയ കടല, പിന്നെ ചിക്കനും. അപ്പം ഈ 3 ഒരു കോംബോ ആയിട്ടാണ് കേട്ടോ ഇൻസ്റ്റയിൽ ഞാൻ കണ്ടത്. അപ്പോൾ ഞാനും ട്രൈ ചെയ്ത് നോക്കി, എനിക്കിഷ്ടപ്പെട്ടു. എന്നേലും ഞാൻ എൻ്റെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കാമേ. അപ്പോൾ ഞാൻ പോയി ലഞ്ച് കഴിക്കട്ടെ. ഹലോ, സമയം 6:30 ആയി കേട്ടോ. ഞാൻ ലഞ്ചൊക്കെ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം കുറച്ച് വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യാനുണ്ടായിരുന്നു, അത് ചെയ്തു. അങ്ങനെ സമയം പോയതേ അറിഞ്ഞില്ല കേട്ടോ. അപ്പം ചേട്ടൻ പറഞ്ഞു കുറച്ച് ലേറ്റായിട്ടേ വരും, 7:30 ആവും എന്ന് പറഞ്ഞു കേട്ടോ. സാധാരണ ഒരു 6:30 ആകുമ്പോൾ വരുന്നതാണ്. അപ്പം ഞാൻ യൂഷ്വലി ചെയ്യാറുള്ളത് 5 മണിക്ക് ഡിന്നർ ഉണ്ടാക്കും, എന്നിട്ട് ഒരു 7 മണിക്ക് മുന്നേ കഴിക്കും. അപ്പം ഇപ്പോഴത്തെ ഒരു രീതി അങ്ങനെയാണ്. പക്ഷേ ഇന്ന് ലേറ്റ് ആകുന്നതുകൊണ്ട് ഞാനും കുറച്ചങ്ങ് മടിച്ചു കേട്ടോ. പക്ഷെ ഇനി ഞാൻ ഡിന്നർ ഉണ്ടാക്കാൻ പോവാണ്. ഡിന്നറിന് മഷ്റൂം സൂപ്പും പിന്നെ ചിക്കനും കടലയും ആക്കാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ. പക്ഷേ ഞാൻ ആദ്യമായിട്ട് ആണ് ഈ മഷ്റൂം സൂപ്പ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷൻ എനിക്കുണ്ട്. ഞാനൊരു വീഡിയോ കണ്ടിട്ടാണ് ഉണ്ടാക്കുന്നത്. നന്നായി വന്നാൽ മതിയായിരുന്നു. കാരണം പൊതുവെ എനിക്ക് അത്ര മഷ്റൂമിനോട് താല്പര്യമുള്ള ഒരാളല്ല. എന്നാലും എല്ലാത്തിൻ്റെയും ഗുണങ്ങൾ ചെല്ലണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാനിതൊക്കെ ട്രൈ ചെയ്യുന്നത്. അപ്പോൾ നോക്കാം എങ്ങനെയായി വരും എന്നുള്ളത്. ആ വീഡിയോയിൽ കണ്ട എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഓയിലിനകത്ത് ഇതിങ്ങനെ സോട്ട് ചെയ്തെടുക്കണം. അത് കഴിഞ്ഞ് കുറച്ച് കാഷ്യൂം ഇതും കൂടെ മിക്സിയിലിട്ടൊരു പ്യൂരേ പോലെ ആക്കാം. അത് കഴിഞ്ഞിട്ട് ബട്ടറിനകത്ത് കുറച്ച് ഗാർലിക്കും കൂടി ഇട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതാക്കുക. എന്നിട്ട് ആ പേസ്റ്റ് ഇടുക. എന്നിട്ട് വീണ്ടും ഒന്ന് ഇതാക്കുക. അത്രേ ഉള്ളൂ കേട്ടോ. അതിൽ പെപ്പറും ഉപ്പും ഇടണം. അത്രേ ഉള്ളൂ. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സോസാണ് ഞാൻ കണ്ടത്. ഞാനത് ട്രൈ ചെയ്യട്ടെ, എങ്ങനെയായി വരുമെന്ന് നോക്കാം. പിന്നെ ഞാൻ ഉണ്ടാക്കിയപ്പോൾ കുറച്ച് തിക്നെസ് കുറവായിരുന്നേ. അതുകൊണ്ട് ഞാൻ എൻ്റെ ഇല്ലാത്ത ബുദ്ധി ഉപയോഗിച്ച് കുറച്ച് പാൽ ആഡ് ചെയ്തിട്ട് അതിനെ അങ്ങോട്ട് നീട്ടി കേട്ടോ. ഇത് ഞാനുണ്ടാക്കിയ ഒരു ന്യൂട്രീഷ്യസ് ഉണ്ടയാണ് ഇത്. ഞാൻ ഇന്നലെയാണ് ഉണ്ടാക്കിയത്. എല്ലാ ദിവസവും ഓരോന്ന് വെച്ച് കഴിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ഉണ്ടാക്കിയത് കേട്ടോ. ഇത് തുറക്കാൻ പറ്റുന്നില്ല. പക്ഷെ ഇന്ന് കഴിക്കാൻ മറന്നുപോയി. അപ്പം ഇന്ന് ഞാൻ കഴിക്കട്ടെ. ഇതെങ്ങനെ ഉണ്ടാക്കിയാൽ ഞാൻ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. സൂപ്പ് ഇവിടെ റെഡിയായി.
ഞാനിപ്പോഴേ ടേസ്റ്റ് ചെയ്യുന്നില്ല കേട്ടോ. എനിക്ക് എല്ലാ ലഞ്ചും ഉണ്ടാക്കിയിട്ട് എല്ലാ ഡിന്നറിനുള്ള എല്ലാ ഐറ്റംസും ഉണ്ടാക്കിയിട്ട് ടേസ്റ്റ് ചെയ്യാം എന്നാണ് വിചാരിക്കുന്നത്. ഞാൻ വളരെ കുറച്ചാണ് കേട്ടോ ഉണ്ടാക്കിയ പ്രാവശ്യം. കാരണം കഴിഞ്ഞ പ്രാവശ്യം ഞാനൊരു മിക്സ്ഡ് വെജ് സൂപ്പ് ഉണ്ടാക്കി, അത് ഒരുപാടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും അത് ബാക്കി കളയേണ്ടി വന്നു. ഇത് ഒരുപാട് കുറഞ്ഞോ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് രണ്ടുപേർക്ക് തികയോന്ന് എനിക്കറിയത്തില്ല. ബട്ട് ടേസ്റ്റി ആണോ അല്ലയോ എന്ന് അറിഞ്ഞിട്ട് മതിയല്ലോ ഒരുപാട് ഉണ്ടാക്കുന്നേ എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ തൽക്കാലം അത് അവിടെ ഇരിക്കട്ടെ. ബാക്കി ചിക്കനും പിന്നെ ഞാൻ വിചാരിക്കുന്നത് ഒരു ബ്രെഡൂടെ ടോസ്റ്റ് ചെയ്യാം എന്ന് വിചാരിക്കണം കേട്ടോ. കുക്കിംഗ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ പാത്രങ്ങളെല്ലാം കഴുകി വെക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ചേട്ടൻ പിന്നെയും ലേറ്റ് ആവുമെന്ന് പറഞ്ഞു, 8:30 ആവുമെന്ന് പറഞ്ഞു കേട്ടോ വരാനായിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ എൻ്റെ ഡിന്നർ അങ്ങ് കഴിക്കാമെന്ന്. കാരണം എൻ്റെ സൂപ്പ് തണുത്തു പോവും. അത് ഇനി റീഹീറ്റ് ചെയ്ത് കഴിക്കാൻ എനിക്ക് താല്പര്യമില്ല. ഒന്നാമത് അതെങ്ങനെയാണ് ടേസ്റ്റ് ചെയ്യുന്നതെന്ന് എനിക്കറിയത്തില്ല. ഞാൻ അങ്ങ് കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. സോ ഇതൊക്കെയാണ് എൻ്റെ ഡിന്നർ. ബ്രെഡ് ടോസ്റ്റ്, കടല, ചിക്കൻ, പിന്നെ സൂപ്പ്. ഈ സൂപ്പ് എങ്ങനെയുണ്ടെന്ന് ഞാൻ ടേസ്റ്റ് ചെയ്തിട്ട് പറയാമേ. പേടിച്ച് ആക്ച്വലി ഇത് മഷ്റൂമിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാവുന്നവർക്ക് ഇഷ്ടമാകും കേട്ടോ. എനിക്ക് മഷ്റൂമിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ല. അത് ഇങ്ങനെ നിൽക്കുന്നു. മഷ്റൂം സൂപ്പാകുമ്പോൾ മഷ്റൂമിൻ്റെ ടേസ്റ്റ് ഉണ്ടാവും എനിക്കറിയാം. പക്ഷേ ഐ തോട്ട് കുറച്ച് വേറൊരു ഫ്ലേവർ ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ ഇത് കറക്റ്റ് ആ മഷ്റൂമിൻ്റെ ആ ഒരു ഇത് വരുന്നുണ്ട് കേട്ടോ. സോ എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല. അഡ്ജസ്റ്റ് ചെയ്യാം എന്നേ ഉള്ളൂ. ഞാൻ ഉണ്ടാക്കിയതിൻ്റെ പ്രശ്നമാണോ എന്ന് എനിക്കറിയത്തില്ല കേട്ടോ. കുറച്ചുകൂടെ മഷ്റൂം കുറച്ചിട്ട് കുറച്ച് ക്യാഷ് കൂട്ടി മതിയായിരുന്നു എന്ന് തോന്നുക. ബട്ട് അല്ലാണ്ട് കുഴപ്പമൊന്നുമില്ല. ദിസ് ഈസ് നോട്ട് മൈ ടൈപ്പ്. ഇതെൻ്റെ ടേസ്റ്റിന് പറ്റിയല്ല. ഫെയിലായിപ്പോയി. ചേട്ടന് ഇഷ്ടമാവുമോ എന്നുള്ളത് അറിയത്തില്ല. അങ്ങനെ ഇഷ്ടമാവതില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ഡിഷ് ഇനി ഇവിടെ ഉണ്ടാക്കുന്നതല്ല. അല്ലെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ഒരു റെസിപ്പി കണ്ടുപിടിക്കണം. അപ്പോൾ ശരി, ഞാൻ എങ്ങനെയെങ്കിലും ഇതൊന്ന് കുടിച്ച് തീർക്കട്ടെ. അങ്ങനെ ഡിന്നറൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ഞാൻ വേസ്റ്റ് എല്ലാം താഴെ കൊണ്ടുപോയി കളഞ്ഞേ. 8:10 കഴിക്കൊണ്ട്. അപ്പോൾ സമയം 8:10. ചേട്ടൻ ഇതുവരെ വന്നിട്ടില്ല കേട്ടോ. ഞാൻ എൻ്റെ ഡിന്നറൊക്കെ കഴിച്ചു കഴിഞ്ഞു, പാത്രങ്ങളൊക്കെ കഴുകി വെച്ചു. അപ്പോൾ ഇനി പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. സോ ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ, please do like, share and subscribe to my channel. See you in my next vlog. Till then, ta-ta!